ഹായ്, നമസ്കാരമുണ്ടേ. നമ്മളിന്നേ കുറേ സാരിയെല്ലാം പെറുക്കി വെച്ചിട്ട് അതിൻ്റെ നടുക്കിരിക്കുക, കബോർഡിൻ്റെ ഫ്രണ്ടിൽ. അതാകുമ്പം ഇത് കഴിയുമ്പം ഇതിനകത്തോട്ട് പെറുക്കിയെടുത്ത് വെക്കാനും എളുപ്പമുണ്ട്. അപ്പം ജോജിയാണ് ഇതെല്ലാം നിരത്തി സെറ്റ് ചെയ്ത് തന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓണത്തിന് എനിക്ക് 2-3 സാരി ഗിഫ്റ്റ് കിട്ടി, ഒരു 4 സാരി ഗിഫ്റ്റ് കിട്ടി. അപ്പം ആ 4 സാരി വെച്ചിട്ട് അവർക്കൊരു താങ്ക്സ് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു, ഒരു 2-3 ദിവസമായിട്ട് പ്ലാൻ ചെയ്യും. അപ്പം ഞാനിത് ചെയ്യാൻ താമസിച്ചതുകൊണ്ട് എനിക്ക് മടിയാണെന്ന് വിചാരിച്ചിട്ട് ജോജി എന്ത് ചെയ്തു, പെറുക്കിയെടുത്ത് അടുക്കി വെച്ച കൂട്ടത്തിൽ അലമാരിയിലിരുന്ന സാരികളും കൂടെ എടുത്തു വെച്ചിട്ട് മൊത്തത്തിലൊരു വലിയ സാരി വീഡിയോ ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തെല്ലാം ഇതേടെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ തുടങ്ങിയാലോ. ഫസ്റ്റ് നമുക്ക് ഈ സാരിയെ തുടങ്ങാം. നല്ലൊരു കളറല്ലേ ഇത് സാരി, ഇതൊരു ഐശ്വര്യമായിട്ട് ഈ കളറെ തുടങ്ങാം അല്ലേടാ. പക്ഷേ എനിക്ക് അതിലും ഇഷ്ടം ഈ പിങ്ക് സാരിയാണ്, എന്നാലും ഇതേ നമുക്ക് തുടങ്ങാം. ടെസർ സിൽക്കിൻ്റെ ഒരു സാരിയാണ്. ഇതിൻ്റെ വിലയൊന്നും എനിക്കറിയില്ല കേട്ടോ, ഇതിൽ വിലയില്ലായിരുന്നു. ഇത് ബോഡി ഫുള്ള് ഈ വരയാണ്, വരയല്ല ലൈൻസ് അങ്ങനെയൊക്കെ പറയണം അല്ലേ ജയ്സ. ഇതുണ്ടോ, ഇതാണ് ബോഡി പാർട്ട്. ഇത് വരും ഫുൾ ഇതാണ്. ഞാൻ ഇന്നാണിത് ഇങ്ങനെ നിവർത്ത് നോക്കുന്നത്. ബ്ലൗസ് പീസിൻ്റെ ഇവിടെ മാത്രം ഒന്ന് മറിച്ച് നോക്കിയതേ ഉള്ളൂ ഞാൻ. ഇതാണ് ബ്ലൗസ് പീസ്. ഞാൻ പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് പീസ് മുറിച്ചെടുത്തിട്ട് ബ്ലൗസ് തയ്ക്കാറില്ല. ഇതിൻ്റെ തന്നെ മെറ്റീരിയൽ, ഈ കളർ തുണി വേറെ എടുത്തിട്ട് ബ്ലൗസ് തയ്ക്കുക ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഡിസൈനുള്ള ബ്ലൗസ് പീസ് ആണെങ്കിൽ അതെടുത്ത് കൈക്ക് മാത്രം വെക്കും. കൈക്ക് മാത്രം വെക്കാനേ ഞാൻ മുറിച്ചെടുക്കുള്ളൂ. കാരണം ഞാനിത് മുഴുവൻ മുറിച്ചെടുത്താൽ എനിക്ക് നീളം എത്തില്ല പിന്നെ ഉടുക്കാനായിട്ട്. അകത്ത് ഞാൻ പിന്നെ തുണി വെച്ച് പിടിപ്പിക്കണം. എനിക്ക് അതിനോടത്ര താല്പര്യമില്ല, അതുകൊണ്ട് ഞാനങ്ങനെ മുറിച്ചെടുക്കാറില്ല. അപ്പോൾ ഇതിന് ഞാൻ ബ്ലൗസ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കൈക്ക് മാത്രം ഇത് മുറിച്ച് വെച്ചിട്ട് ബാക്കി ആ ബ്ലൗസ് പീസ് തയ്ക്കും. ഇതാണ് തുമ്പ്. മുന്താണി ഇതാണ്. അത് നല്ല തുമ്പൊക്കെ കെട്ടിയ തുമ്പാണ്. ഇതന്നെ ഒരു ഡാർക്ക് ലാവണ്ടർ കളറാണ്. ലാവണ്ടർ ആണെന്ന് തോന്നുന്നു. ലാവണ്ടറും മറ്റേ വയലറ്റും ഒക്കെ കൂടിയ ഒരു കളറാണ്. ഞാൻ പക്ഷേ ലാവണ്ടർ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് ഞാൻ ലാവണ്ടർ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഇപ്പോൾ എനിക്ക് ഉള്ളത് തന്നെ 1-2 സാരിയൊക്കെ ഒരേ കളറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ സാരി സൂക്ഷിച്ച് വെക്കുന്ന ആളല്ലായിരുന്നു. ഒരു 2 വർഷം മുന്നേ വരെ, 3-4 വർഷം മുന്നേ വരെ എനിക്കുള്ള സാരിയൊക്കെ ഞാനിങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും ഞാൻ. അപ്പം ഇത് കാണുമ്പോഴാണെങ്കിലും കുറേ പേർക്കറിയാം, ഞാൻ സാരിയൊക്കെ കുറച്ച് ഉടുത്ത് കഴിയുമ്പോൾ എനിക്ക് ആരെങ്കിലും കാണുമ്പോൾ എനിക്ക് ഇഷ്ടം തോന്നുമ്പോൾ ഞാൻ ആ സാരി അവർക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒത്തിരി പഴയ സാരിയൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും സെൻറ്റിമെൻറ്റ്സ് ഉള്ള സാരികളൊക്കെ മാത്രമേ ഞാൻ എടുത്തു വെക്കാറുള്ളൂ. അല്ലാത്ത സാരിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം പക്ഷേ നമുക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോയ്ക്ക് ഓരോ ഡ്രസ്സ് ആവശ്യമായതുകൊണ്ട് ഇപ്പോൾ ഉള്ള സാരികളൊക്കെ സൂക്ഷിച്ചു വെക്കും. പക്ഷേ ഒരു 3-4 വർഷമായിട്ടുള്ള കളക്ഷൻ മാത്രമേ എനിക്കുള്ളൂ. അതിന് മുന്നത്തെ എന്തെങ്കിലും നമ്മുടെ ആരുടെയും കല്യാണത്തിനെടുത്ത് അങ്ങനത്തെ സാരികളൊക്കെ മാത്രമേ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാരി. ഇതിലാണ് തുടങ്ങിയേക്കുന്നത്. ഇതിൻ്റെ വില എനിക്കറിയില്ല. പ്യുവർ ടെസറാണ്. അപ്പം എന്തായാലും നല്ല വില ഉണ്ടാകും എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതും ഒരു ടെസർ സാരിയാണ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതെല്ലാം ടെസർ സിൽക്കിൻ്റെ സാരികളാണ് കേട്ടോ. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എനിക്കറിയില്ല. ഇതാണ് ഇതിൻ്റെ ബോഡി പാർട്ട്. ഇതും കൊള്ളാം. ഒരു ഡാർക്ക് ഗ്രേ കളർ. ഗ്രേ എന്ന് പറയുന്നത് പച്ചയാണോ എനിക്കറിയില്ല. ഒരു സിമൻറ്റിൻ്റെ ഡാർക്ക് കളർ. ഇതാണ് ഇതിൻ്റെ തുമ്പ്. ഇതിൽ കൂടി ഒരു ത്രെഡ് വർക്കുണ്ട്, ഒരു ഗോൾഡൻ കളറ് ത്രെഡ് വർക്കുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് നോക്കാം. ബ്ലൗസ് പ്ലെയിൻ ആണോ അതോ വർക്കുള്ളതാണോ? ഈ സാരി ഞാൻ അങ്ങനെ നിവർത്ത് നോക്കിയില്ലായിരുന്നു. ഇല്ല, സാരി ഇതേന്ന് റണ്ണിങ് തന്നെയാണ്, പ്ലെയിനും അല്ല. ഇതിൻ്റെ ബോഡി പാർട്ട് എന്താണോ അത് തന്നെയാണ് ഈ സാരിയുടെ ബ്ലൗസ് പീസും. അപ്പം അതേന്ന് മുറിച്ചെടുത്താൽ മതി. പക്ഷേ ഞാൻ ബ്ലൗസ് പീസ് മുറിക്കത്തില്ല. അപ്പോൾ ഇതൊരു ഡാർക്ക് ഗ്രേ കളറാണ്. ഇതൊക്കെ ഫുള്ള് നിവർന്നു. ഇതൊക്കെ എങ്ങനെ എടുത്ത് തിരിച്ച് അലമാരിയിൽ കയറ്റും എന്നെനിക്കറിയില്ല. ഓക്കെ, കൊള്ളാമോ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ തന്ന ഗിഫ്റ്റാണ്. എന്നോട് ഭയങ്കര സ്നേഹമുള്ള ഒരാൾ തന്ന ഗിഫ്റ്റാണ്. നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ.
ഇപ്പോൾ ഇതൊരു ഗിഫ്റ്റ് തന്നില്ലെങ്കിൽ പോലും നമുക്ക് നല്ല സ്നേഹമാണ്. പക്ഷേ ഒരു ഓണം വന്നപ്പോൾ അവർക്കൊരു സാധനം മേടിച്ചിട്ട് എനിക്ക് അയക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ഗിഫ്റ്റായിട്ട് തരണം എന്നൊക്കെ തോന്നിയ വലിയ മനസ്സിന് ഒരുപാട് താങ്ക്സ്. പക്ഷെ എന്തായാലും എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനും ബ്ലൗസ് ഞാൻ വേറെ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. കയ്യിൽ ഇത് ചിലപ്പോൾ ഇതിൻ്റെ വർക്ക് വയ്ക്കും, ചിലപ്പോൾ ആ ബ്ലൗസ് പീസ് തന്നെയായിരിക്കും. ഞാൻ എടുത്തതിനെപ്പറ്റി മറന്നുപോയി. ഓക്കെ, അപ്പം ഇതാണ് സാരി. നല്ലതല്ലേ? ഇത് പിന്നെ ഏത് പ്രായക്കാർക്കും ഉടുക്കാവുന്ന സൈസ് സാരിയാണ് കേട്ടോ. വലിയ വെയിറ്റ് ഒന്നുമില്ല. ഇതും ശീമാട്ടിയിലെയാണ്. ഇത് പ്യുവർ ടെസറാണ്. ഇതിന് 6000 സംതിങ് വിലയുള്ള സാരിയാണ്. ഇതിൻ്റെ പ്രൈസ് ടാഗ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അടുത്തതൊരു നല്ല സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. ഈ കളറിന് എന്ത് പറയും, എന്ത് കളറാണിതെന്ന് എനിക്ക് അറിയില്ല. ഒരു മൊസാണ്ട കളർ എന്നൊക്കെ പറയും. ഞങ്ങൾ നേരത്തെ ഇത് മൊസാണ്ട കളർ എന്ന് പറയുമായിരുന്നു. മൊസാണ്ട കളറാണോ ഇത് ഒണിയൻ പിങ്കോ മൊസാണ്ടയോ അങ്ങനെയൊക്കെ ചേർന്നൊരു കളറാണ് ഇത്. ഇതിൻ്റെ തുമ്പ്, അയ്യോ സാരി അങ്ങ് പോയി. ഇതിൻ്റെ തുമ്പ് വരുമ്പോഴത്തേക്കും ഈ ബോഡിയേലുള്ള ഒരു ഫ്ലവർ തന്നെയാണ്. പ്രത്യേകിച്ച് പറയാനായിട്ടൊരു വലിയ ഫ്ലവർ ഇതിനറ്റത്തു കൂടി ഉണ്ടെന്നേ ഉള്ളൂ. അതാണ് തുമ്പ്. തുമ്പെന്ന് നമ്മളെപ്പോഴും സാരിക്ക് മുന്താണി എന്ന് പറയത്തില്ല. ഞാനെപ്പോഴും സാരിയുടെ തുമ്പെന്നാണ് പറഞ്ഞത്. അങ്ങനെ അങ്ങ് വന്നു പോകും വലിയ. എന്നാ ചോദിച്ചി, ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ബോഡി പാർട്ട് വരുമ്പം ഇതിനൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ബോഡി പാർട്ട് വരുമ്പം നമ്മുടെ ഈ ഇങ്ങനെ ഉടുത്ത് വരുമ്പോഴത്തെ താഴത്തെ പോർഷൻ മാത്രമേ ഡിസൈനുള്ളൂ. ഇതൊരു ഇവിടം തൊട്ട് മേളിലോട്ടേ ഈ ഒരു പകുതി കൊണ്ട് മേളിലോട്ടേ ഈ വർക്കുള്ളൂ. ബാക്കി താഴെ വർക്കുണ്ടെന്നേ ഉള്ളൂ. ബ്ലൗസ് പ്ലെയിനാണ്. ഇതാണ് ബ്ലൗസ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഈ നിവർത്ത് കഴിഞ്ഞാൽ അതുപോലെ മടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പുതിയതോടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ചിരിക്കുമായിരുന്നേ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സാരി. വെച്ച് നോക്കിയില്ല അല്ലേ? ഇതൊന്ന് വെച്ച് നോക്കാം. വെച്ച് നോക്കുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ മടക്കിയിട്ട് വെച്ച് നോക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. ഇവന്മാരൊന്നും എൻ്റെ കൂടെ സാരി എടുക്കാനൊന്നും വരത്ത് പോലുമില്ല. കാരണം എനിക്ക് ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്. അപ്പം ഞാനിതിനെടുക്കാൻ കയറിയാൽ ഒരു ദിവസം പോകുമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടാളും എൻ്റെ കൂടെ വരാറില്ല. ഇന്ന് എന്ത് പറ്റിയോ ഇവിടെ കയറി ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്നാടാ ഇങ്ങനെ നോക്കുന്നേ? എന്നെ ഒന്നും പറയാത്ത നല്ല സാരിയാണോ ഇത്? ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എൻ്റെ കളറിന് ചേരും നല്ല സാരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സാരി ഒരു 8600 9000 രൂപയോ അങ്ങാണ്ടായിരുന്നു ഇതിൻ്റെ ബില്ല്. അത് ഞാൻ കണ്ടായിരുന്നു. എന്തായാലും ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാരിയാണ്. നല്ല കളറല്ലേ? ഇത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ മൂന്നാമത്തെ ഗിഫ്റ്റ് കിട്ടിയ സാരി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ വേറൊന്നുള്ളത് നമ്മുടെ കേരള സാരിയാണ്. സെറ്റ് സാരി. ഇത് അങ്ങനെ നിവർത്ത് കാണിക്കാനുള്ളതൊന്നുമില്ല. നല്ലൊരു സെറ്റ് സാരി. ഇതിൻ്റെ ബ്ലൗസും ഇത് വിത്ത് ബ്ലൗസാണ്. ഇത് തന്നെ ബ്ലൗസ്. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ വർക്കൊന്നും എനിക്ക് ഈ ടിഷ്യൂവിൻ്റെ സാരി എനിക്കിഷ്ടമല്ല. ഇതിൽ ഒത്തിരി വർക്കുള്ള സാരികളും എനിക്കിഷ്ടമല്ല. ഈ പ്രിൻ്റ് വരച്ച സാരികളൊക്കെ ഉണ്ടല്ലോ, ഈ അതും ഇതും രൂപങ്ങളൊക്കെ വരച്ചത്, ചെമ്പരത്തിപ്പൂ, അങ്ങനത്തെ ഒത്തിരി ഉണ്ടല്ലോ ഡിസൈൻസ്. എനിക്കതൊന്നും ഇഷ്ടമല്ല. എനിക്കിഷ്ടമില്ലെന്നേ ഉള്ളൂ. ഉടുക്കുന്നതിനോടൊന്നും എനിക്ക് എതിർപ്പില്ല. ഇഷ്ടമുള്ളവർക്ക് അവനവന് ഇഷ്ടമുള്ളത് ഉടുക്കാമല്ലോ. എനിക്കെപ്പോഴും പ്ലെയിൻ സാരീസാണ് ഇഷ്ടം. ടിഷ്യൂ സെറ്റ് സാരി സെറ്റ് മുണ്ടും ഒക്കെ എനിക്ക് വേറെയുണ്ട്. പക്ഷേ ഞാൻ പ്ലെയിനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഞാൻ വാങ്ങിക്കാറില്ല. ഓക്കെ, അപ്പോൾ അത് ഈ 4 സാരിയാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്ന ആൾക്കാരോട് ഒരുപാട് താങ്ക്സ്. പുതിയ സാരി ഇതിനകത്ത് ഉടുക്കാത്ത സാരികൾ അതിനകത്തും ഉണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ വാങ്ങിച്ച സാരികളാണ്. ഇതെല്ലാം ഗിഫ്റ്റ് കിട്ടിയ സാരി. അപ്പോൾ ഇതൊക്കെ ഒരു സൈഡ് ഇരിക്കട്ടെ. ഇനി അടുത്ത സാരി വിശേഷം പറയാം. അപ്പോൾ സാരി പുരാണവും കൊണ്ട് ഇന്നിരുന്നാലേ ഞാൻ എഴുന്നേൽക്കുകയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ജോജി സ്ഥലം വിട്ടു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി തുടങ്ങി. അതുകൊണ്ട് ജോജി പോയി. അപ്പോൾ നമുക്ക് അടുത്ത സാരി നോക്കിയാലോ. അടുത്തത് മെറ്റീരിയൽ മുറിച്ചെടുത്തതാണ്. സാരി എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ഈ ചുരിദാർ മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയലായിട്ട് കിട്ടുന്നിടത്തുനിന്ന് 6.5 മീറ്റർ മുറിച്ചെടുത്ത് ഞാൻ സാരിയാക്കും. എനിക്ക് അങ്ങനത്തെ സാരികൾ കൂടുതൽ ഇഷ്ടമാണ്. അതാകുമ്പോൾ നമുക്ക് ഒരു
കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സാരിയാകും. ഇതേൽ വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടവർക്ക് വർക്ക് ചെയ്ത് ഹെവി സാരി ആക്കാം. ഞാൻ ഈ സാരിക്കൊക്കെ ഞാൻ ഇതിൻ്റെ തന്നെ ബ്ലൗസ് മുറിച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ തന്നെ ബ്ലൗസിനും കൂടെ കൂട്ടിയെടുക്കും. ഇത് ഞാൻ പോകുമ്പോൾ കാഞ്ഞിരപ്പള്ളി പോകുമ്പോൾ മെറ്റീരിയൽ മുറിച്ചെടുക്കാൻ കയറുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ കയറുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇതൊന്നും വലിയ വിലയില്ലാത്തതായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ മുറിച്ചെടുക്കും. അങ്ങനെ എടുത്ത സാരികളാണ്. ഇതുപോലത്തെ ഒരു ഡബിൾ ഷെയ്ഡിൻ്റെ 2 ഉണ്ട്. അത് ഒന്നിച്ച് കാണിക്കാം. ഇത് ഇങ്ങനെയല്ല, ഈ പച്ച ഇതിന് മുകളിൽ വരും. ഈ പച്ചയാണ് മുകളിൽ വരുന്നത്, ഈ പച്ച താഴെയും വരും. എനിക്കിത് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോഴേ ഭയങ്കര ഈ കളർ ആയതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. അപ്പം ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഇത് കണ്ടോ, ഇതേവിടെ ഇരിക്കുക. ഇതേന്ന് ഇനി ഒരു ബ്ലൗസ് പീസ് മുറിക്കാനുണ്ട്. ബ്ലൗസ് കൂടെ കൂട്ടി ഞാനങ്ങ് മുറിച്ചെടുത്തു. ഞാനൊരു 6.25 മീറ്ററാണ് സാരിക്കെല്ലാം മുറിച്ചെടുക്കുന്നത്. 6.25-6.5 മീറ്റർ എടുക്കും സാരിക്ക് മാത്രം. ബ്ലൗസിന് എക്സ്ട്രാ ഇത് തന്നെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ മെറ്റീരിയൽ തന്നെ ബ്ലൗസിന് എക്സ്ട്രാ കൂടുതൽ മുറിച്ചെടുക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പ്ലീറ്റ്സ് ഒക്കെ ഒരുപാട് ഉള്ളതാണ് ഇഷ്ടം. പ്ലീറ്റ്സ് ഒരുപാട് വേണം, തുമ്പിന് നല്ല ഇറക്കം വേണം. അപ്പോൾ അതിനൂടെ കൂട്ടി ഞാൻ മുറിച്ചെടുക്കും അത്. അപ്പോൾ മറ്റേ സാരികളൊക്കെ ആണെങ്കിലും ഞാൻ ബ്ലൗസ് പീസ് മുറിക്കാറില്ലെന്ന് പറഞ്ഞല്ലോ. ഇതും അങ്ങനെ, അതുകൊണ്ട് അളവ് കൂടുതൽ കാണും. ഇതൊരു ഷിഫോൺ ജോർജറ്റ് ആ ടൈപ്പ് മെറ്റീരിയലാണ്, ഒഴുകി കിടക്കുന്ന ടൈപ്പ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഒഴുകി കിടക്കുന്ന സാരി. എനിക്ക് ഉടുക്കാനും ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം ഇങ്ങനത്തെ മെറ്റീരിയലാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിന് വലിയ വിലയൊന്നും ആകത്തില്ല. ഇതൊരു 70 to 90 ഇതിനിടയ്ക്കാണ് ഇതിന് ഒരു മീറ്ററിന് വില. ഒരു 6.5 മീറ്റർ മുറിച്ചെടുക്കുമ്പോൾ ഒരു സാരിക്കായി. അപ്പോൾ ഇതൊരെണ്ണമേ. ഇത് ഞാൻ അതുപോലെ മുറിച്ചെടുത്ത പീസാണ്. ഇതൊരു 6.5 മീറ്റർ സാരിക്കും ഒരു 1.20-1.25 മീറ്റർ ബ്ലൗസിന് മുറിച്ചെടുത്തിട്ട് തുമ്പൊക്കെ ലോക്ക് ചെയ്തു. തുമ്പ് മാത്രം കടയിൽ കൊടുത്ത് ലോക്ക് ചെയ്തുള്ളൂ. ഈ സൈഡ് ഞാൻ അടിക്കുക ചെയ്തത്, നമ്മളകത്ത് കുത്തുന്ന വശം. പിന്നെ ഇത് ഫോളൊക്കെ പിടിപ്പിച്ചു. ഫോള് ഞാൻ തന്നെയാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതും ഏകദേശം ഒരു 90 രൂപ അടുത്താണെന്ന് തോന്നുന്നു. 70 to 90 അതിനിടയ്ക്കാണ്. അങ്ങനെ 2 എണ്ണം ഉണ്ട് ഡബിൾ ഷെയ്ഡിൻ്റെ. അത് 2 എണ്ണം നമുക്ക് മാറ്റി വെക്കാം. അത് ആ ഒരു ടൈപ്പിൽ വരുന്ന സാധനങ്ങൾ ആദ്യം കാണിക്കാവേ. ഇത് ഒരു ഹാങ്കർ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചപ്പോഴാണ് ഒരു ഹാങ്കറിൻ്റെ കാര്യം പറയാം. എനിക്ക് സാരി എല്ലാം ഹാങ്കറെ തൂക്കിയിടണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്കിങ്ങനെ ഈ മടക്കി അടുക്കി, ഒന്നാമത്തെ കാര്യം സാരിയൊക്കെ ഇങ്ങനത്തെ ടൈപ്പായിരിക്കും കൂടുതൽ. അപ്പം ഇങ്ങനെ ഈ മടക്കി വെക്കുമ്പോൾ ഇതെല്ലാം കൂടി ഈ ഊർന്ന് താഴെ പോകും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സാരി എല്ലാം തൂക്കിയിടാൻ ഹാങ്കർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഹാങ്കർ കൊടുത്തു വിട്ടിട്ട് ഇപ്പം ഹാങ്കർ ഒരുപാട് കൂടുതലാണ്. കബോർഡിനകത്തൊക്കെ ഇങ്ങനെ ഹാങ്കർ വെച്ചിരിക്കുക. ഇപ്പോൾ സാരി കുറവും ഹാങ്കർ കൂടുതലാണ്. അപ്പോൾ എല്ലാ ഹാങ്കറിലും ഇടാൻ സാരി വേണം എന്നാണ് അടുത്ത എൻ്റെ ആഗ്രഹം. ഇതും ഒരു ജോർജറ്റ് ഷിഫോൺ ടൈപ്പാണ്. ജോർജറ്റ് ആണെന്ന് തോന്നും. ഈ നമ്മൾ ഈ ഷാളിനൊക്കെ മുറിച്ചെടുക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ. ഇത് ഒരു 6.5 മീറ്റർ ഉണ്ട്. പിന്നെ എല്ലാം ഞാൻ 6.5 മീറ്റർ എടുക്കുന്നത്. ഇതിന് മുറിച്ച് മേടിച്ചിട്ട് ഇത് കണ്ടില്ലേ ഫോളൊക്കെ പിടിപ്പിച്ച് സാരിയാക്കി എടുത്തു. ഇതൊരു ലൈറ്റ് മുന്തിരി കളറിൻ്റെ ലൈറ്റ് കളർ, ഇച്ചിരി നരച്ച മുന്തിരി കളർ. ഇതിന് പക്ഷെ ഞാൻ ഇതിൻ്റെ ബ്ലൗസ് ഈ ഒരു ബ്ലൗസ് എടുത്തില്ല. ഇതിന് ഞാൻ എന്തെങ്കിലും വർക്കുള്ള, ഇപ്പം ഇത് ഈ ഒറ്റ കളർ ആയതുകൊണ്ട് തന്നെ നമ്മളിതേലൊരു വർക്കുള്ള ബ്ലൗസൊക്കെ ഇട്ടാൽ ഭയങ്കര ഭംഗിയാണ്. അല്ലെ കലങ്കാരിയുടെ തുണി വെച്ചിട്ട്, കോട്ടൺ തുണികളൊക്കെ വെച്ചിട്ട് നല്ല വർക്ക്, ഈ പെയിൻറ്റിങ് ഉള്ള പ്രിൻ്റുള്ള ബ്ലൗസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ബ്ലൗസൊക്കെ ഇട്ടാൽ നല്ലതാണ്. ഇനി അതല്ല അക്കോബാടെ ബ്ലൗസ് ആണെങ്കിലും നല്ലതാണ്. ഇതിന് ഓപ്പോസിറ്റ് ഒരു നല്ല കളറാണെങ്കിൽ നല്ലതായിരിക്കും. അത് ഞാനിങ്ങനെ ചെല്ലുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന കളറുകളൊക്കെ, വലിയ വില ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്ന കളറുകളൊക്കെ തന്നെ ഞാൻ നോക്കിയെടുക്കും. ഇതും അതുപോലെ തന്നെ ഒരു മെറൂൺ സാരിയാണ്. ഇതും ഈ ഒരു മോഡൽ തന്നെ, ആ ഒരു റേഞ്ച് ഉള്ളത് തന്നെ മുറിച്ചെടുത്തേച്ച് ഒരു 6.5 മീറ്റർ. ആദ്യം ഞാൻ ഒരു 6 മീറ്റർ എടുത്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നിയുകൊണ്ട് ഒരു 6.5 മീറ്റർ 6.25 മീറ്ററൊക്കെ മുറിച്ചെടുക്കും. അതേൽ ഫോള് പിടിപ്പിച്ച് എടുത്താണ്. ഇതും തുമ്പൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനും ഞാൻ ഇതിന് ബ്ലൗസ് ഇടുമ്പം ഇപ്പോൾ ഒരു ടിഷ്യൂ ടൈപ്പ് ബ്ലൗസ് ഉണ്ടല്ലോ, അതും ഇതിന് നല്ല ചേർച്ചയാണ്. ഇപ്പോൾ ടിഷ്യൂവിൻ്റെ ആണെങ്കിലും നല്ല ഡോട്ട്സൊക്കെ ഉള്ള പല ഡിസൈൻ ഉള്ളതുകളുണ്ട്, അതും ഇതിന് ചേരും. കാരണം ഒറ്റ കളർ ആയതുകൊണ്ട് ബ്ലൗസ് നമുക്ക് ഹെവി ആയിട്ട് ഇടാൻ പറ്റും. ഇനി അതിൻ്റെ അടുത്ത കളറാണിത്. ഹാങ്കറെല്ലാം ഒരു സൈഡിൽ കിടക്കട്ടെ.
ഇതൊരു എന്ത് കളർ പറയും എന്നറിയില്ല. ഓണിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്ക് മൊസാണ്ട കളറൊക്കെ പറയുന്നത് ഇതിനൊക്കെയാണെന്ന് തോന്നുന്നു. ഒരു ഓണിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു ഡാർക്ക് കളറ്. ഇത് ഞാനതുപോലെ ഫോള് പിടിപ്പിച്ചു. അതിനേക്കാൾ ഇച്ചിരി കൂടെ ഒരു നല്ല തുണിയാണിത്. ഇതും 100 രൂപ താഴെയുള്ളൂ ഈ തുണിക്കും. ഇതും ഫോളൊക്കെ പിടിപ്പിച്ച് തുമ്പൊക്കെ ലോക്ക് ചെയ്ത് എടുത്താണ്. ഇത് ഞാൻ നമ്മുടെ വീഡിയോയിൽ, ഇതും ഒക്കെ നമ്മുടെ വീഡിയോയിൽ ഉടുത്തിട്ടുണ്ട് ഈ സാരിയൊക്കെ. ഇത് ഞാൻ അരീക്കൽ വാട്ടർഫോൾസ് ഒക്കെ പോകുന്ന വീഡിയോയിൽ ഞാനിത് ഉടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറയിൽ കാണാൻ ഈ കളർ ഭയങ്കര രസമാണ്. ക്യാമറയിൽ കാണുമ്പം ഈ കളർ ഭയങ്കര ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു പച്ച കോട്ടൺ സിൽക്കിൻ്റെ ബ്ലൗസാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ കൂടെ വർക്കുള്ള ബ്ലൗസ് ആണെങ്കിൽ അതിലും സൂപ്പറാണ്. ഇനി ഒരു ദിവസം വർക്കുള്ള ബ്ലൗസ് ഇട്ട് നോക്കണം. അടുത്തത് ഇതിപ്പോൾ ഹാങ്കർ ഒരു സൈഡിൽ കുന്നുകൂടും, സാരി ഒരു സൈഡിലും. ഇതാണ് അടുത്തത്. ഇതൊരു കറക്റ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. ഇതെനിക്ക് ഒറ്റ നോട്ടത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു തുണി ഇങ്ങനെ ടേബിളിൽ കിടക്കുകയാണ്. അപ്പം ഞാനിതെടുത്ത് നോക്കിയപ്പം 3 മീറ്ററോ 4 മീറ്ററോ മറ്റേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എനിക്കത് സാരിക്കായിരുന്നു വേണ്ടത്. പക്ഷെ ഞാനത് എടുത്തിട്ട് എന്നാൽ ചുരിദാർ തയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ വേറെ പൊട്ടിക്കാത്ത ബണ്ടിൽ അവരെടുത്തിട്ട് വന്നു. അപ്പോൾ ഞാനതിൽ നിന്ന് സാരിക്ക് മുറിച്ചു. ബ്ലൗസും ഇത് തന്നെ, ഈ കളർ തന്നെ ബ്ലൗസും എടുത്തു. ഒരിടയ്ക്ക് ഈ കളർ ഭയങ്കര ഫാഷനായിരുന്നു, അപ്പോൾ എടുത്ത സാധനമാണ്. പക്ഷേ ഇതുവരെ ഞാനിത് ഉടുത്തില്ല. അടുത്തത് ഒറ്റ കളർ തീർന്നിട്ട് നമുക്ക് ഇതൊക്കെ എടുക്കാം. ഇതിന് ഇങ്ങോട്ട് മറച്ചിടാം. സാരിയുടെ ബഹളം കാരണം ഞാൻ ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും എനിക്ക് സാരി കുറവാണെന്ന് ഞാൻ പറയും. പക്ഷേ ഇതിപ്പോൾ എല്ലാം കൂടെ എടുത്തു വെച്ചപ്പോൾ സാരി കുറവുണ്ട്. ഇതാണ് അടുത്ത സാരി. ഇതെല്ലാം മുറിച്ച് മേടിച്ചതാണ്. ഞാൻ ആ ഒരേ ടൈപ്പ് തന്നെ ആദ്യം അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതും മുറിച്ച് മേടിച്ചിട്ട് സാരി ഫോളൊക്കെ വെച്ചതാണ്. ഇതും വലിയ സീത്രൂ ഒന്നും അല്ല, പക്ഷെ എന്നാൽ ഒരുവിധം കാണാവുന്ന സാരികളാണ്. ഞൊറി വിട്ട് കൊടുക്കുമ്പം വൃത്തികേടൊന്നുമില്ല. ഇതിന് പക്ഷേ ഞാനൊരു ഒറ്റ കളറാണ് ബ്ലൗസ് ഇട്ടിട്ടുള്ളത്. ഇനി പൂക്കളൊക്കെ ഉള്ള ബ്ലൗസൊക്കെ ചേരും. പക്ഷേ ഇതിന് ഒരു പച്ച ബ്ലൗസൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇട്ടത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് പീച്ച് കളർ. എനിക്ക് നന്നായിട്ട് ചേരുന്ന ഒരു കളറാണ് പീച്ചെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അടുത്തത് ഇതൊരു എന്താ ഈ കളർ പറയുക, ചെറുപയർ പച്ചയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, എന്നാൽ സാദാ പച്ചയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ചെറുപയർ പച്ചയുടെ ഒരു ഷെയ്ഡ് തന്നെയാണിത്. ഇതും അതുപോലെ തന്നെ 1.5 മീറ്റർ മുറിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് ഫോളൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തതാണ് സാരിയായിട്ട്. ഇതും തുമ്പൊക്കെ ലോക്ക് ചെയ്ത സാരിയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഒഴുക്കൻ സാരി എന്ന് പറയുന്നത് ഇതാണ്. ഇത് പക്ഷേ സാരിയായിട്ട് തന്നെ വാങ്ങിച്ചതാണ്. മെറ്റീരിയൽ അതൊക്കെ തന്നെയാണ്. ഇതും അതുപോലെ ഫോളൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള സാരിയാണ്. ഒരു 10-30 വർഷത്തിന് മേളിൽ പഴക്കമുള്ള സാരിയാണിത്. ഇതൊക്കെ ഞാനിതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് ഇത് ആർക്കും കൊടുക്കാതെ, പിന്നെ എനിക്ക് ബ്ലാക്കും റെഡും ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്കും റെഡും എനിക്ക് നന്നായിട്ട് ചേരും എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ആ ബ്ലാക്കും റെഡും ഒക്കെ എന്നാ കിട്ടിയാലും സൂക്ഷിച്ച് വെക്കും. ഇത് വേറൊരു മെറ്റീരിയലാണ്. ഇപ്പോൾ ഇത്രയും നേരം കണ്ട ഷിഫോൺ മെറ്റീരിയലാണെങ്കിൽ ഇതൊരു വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. ഒരിടയ്ക്ക് വിചിത്ര സിൽക്ക് ഭയങ്കര മോഡലായിരുന്നു. വിചിത്ര സിൽക്കിൻ്റെ കൂടെ എന്തെങ്കിലും വർക്കുള്ള ബ്ലൗസുമായിട്ട് എല്ലാവരും അത് തന്നെയായിരുന്നു ഇരുന്നത്. അപ്പം ഞാനും എനിക്കൊരു മൂച്ച് കയറിയിട്ട് കുറേ കളറുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഒരു മെറൂൺ ഷെയ്ഡാണ്. ഞാനിപ്പോൾ ഒരു കളർ ഉണ്ടെങ്കിലും എനിക്ക് എപ്പോൾ സാരി എടുക്കാൻ പോയാലും ബ്ലാക്ക്, റെഡ്, മെറൂണ് ഒക്കെ കണ്ണിൽ കയറി പെട്ടെന്ന് ഉടക്കും. അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ ആലോചിക്കുകയില്ല, ഞാൻ മുറിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഇവന്മാർ എൻ്റെ സാരി എടുക്കൊക്കെ ഇവന്മാർ കൂടെ വരികയില്ല. വന്നാൽ അവർക്ക് തലവേദനയാണ്, അവരവിടെ ഇരുന്ന് മടുക്കും എന്ന് പറഞ്ഞിട്ട് വരത്തില്ല. ഇത് വിചിത്ര സിൽക്കിൻ്റെ, ഇതും 6.5 മീറ്റർ മുറിച്ചെടുത്തേച്ച് ഫോളൊക്കെ പിടിപ്പിച്ച് എടുത്താണ്. ഇതിനൊന്നും വലിയ പൈസയൊന്നും ഇല്ല. ഒരു 90 രൂപയ്ക്കകത്താണ് ഇതിൻ്റെ എല്ലാം വില. വിചിത്ര സിൽക്കിന് ഇപ്പോൾ ഞാനൊക്കെ ആ മേടിച്ച സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു കഴിഞ്ഞ ഒരു 3-4 മാസം മുന്നേയൊക്കെ ഇതിനൊക്കെ 20 രൂപയ്ക്കൊക്കെ സീമാസിൽ വിചിത്ര സിൽക്ക് കൊടുക്കുന്നു. ഒരാൾക്ക് 5.5 മീറ്റർ കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരസ്യമൊക്കെ കണ്ടു. പക്ഷെ അത് ഇച്ചിരി ക്വാളിറ്റി കുറവാണെന്ന് തോന്നുന്നു. ഇത് നല്ല വിചിത്ര സിൽക്കാണ്. അപ്പം ഇതിൻ്റെ മെറൂണുണ്ട്. പിന്നെ ഒരെണ്ണം ഉള്ളതൊരു പിസ്ത ഗ്രീൻ. പിസ്ത ഗ്രീൻ എന്നാന്ന് വെച്ചാൽ
ഇത് ഞാൻ എൻ്റെ അനിയത്തി ഞാനിവിടെ പോയിട്ടെടുത്തതാണ്. അനിയത്തി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പെങ്ങളുടെ മോള്. അപ്പോൾ അവൾക്ക് പിസ്താ ഗ്രീൻ ഒരിടയ്ക്ക് ഭയങ്കര എന്നെ എടുത്താലും പിസ്താ ഗ്രീനാണ്. അപ്പോൾ ഒരു ഹുണ്ടായുടെ ഒരു വണ്ടി ഉണ്ടല്ലോ പിസ്താ ഗ്രീന്, അത് കണ്ട ഉടനെ അതും അവൾ ഫോട്ടോ അയച്ചു തരും. അവൾക്ക് എന്ത് സാധനം പിസ്താ ഗ്രീൻ കണ്ടാലും ചുരിദാർ അത് വേണം, കൊച്ചിന് ഉടുപ്പ് വേണം, അതും പിസ്താ ഗ്രീൻ വേണമെന്ന് പറയും. അപ്പോൾ അവളുടെ കൂടെ പോയപ്പോൾ അവൾ പിസ്താ ഗ്രീൻ എടുത്ത സമയത്ത് ഞാനും ആ കളർ ഒരെണ്ണം മുറിച്ചെടുത്തു. ഇതും അതുപോലെ തന്നെ ഫോളൊക്കെ പിടിപ്പിച്ചു എടുത്തു. അതിൻ്റെ തന്നെ ഒരു 3-4 കളറുണ്ട്. ഇതൊരു ബോട്ടിൽ ഗ്രീനാണ്, ബോട്ടിൽ ഗ്രീൻ സാരിയാണ്. ഇതും വിചിത്ര സിൽക്കാണ്. ഇതെല്ലാം ഒരു ആവേശത്തിന് നിവർത്തിടും. ഇപ്പോൾ ഇത്രയും ഒരുവിധമൊക്കെ അടുക്കിയാണ് ഇരിക്കുന്നത്, എന്നാലും ഇതെല്ലാം തിരിച്ച് മടക്കി ഹാങ്കറ കയറ്റുക എന്നുള്ളത് വലിയൊരു പണി തന്നെയാണ്. തന്നെത്താൻ ചെയ്യണേ. സാരി മടക്കാൻ പിള്ളേർക്ക് അറിയില്ലല്ലോ. ഇതും വിചിത്ര സിൽക്കാണ്. ഇതൊരു വേറൊരു നല്ല കളറ്. എന്നാ കളറാണ് ഇതാണ് ശരിക്കും ചെറുപയർ പച്ചയിൽ ഇതിൻ്റെ കൂടെ ഒരു വേറൊരു ചെറുപയർ പച്ച കാണിച്ചപ്പം പറഞ്ഞ പോലെ ഒരു ഇച്ചിരി ഒരു ഇരുണ്ട ഗോൾഡൻ കളർ ഉണ്ടല്ലോ. ഇരുണ്ട ഗോൾഡൻ കളർ വന്നാൽ ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. ഇരുണ്ട ഗോൾഡൻ കളർ ബ്ലൗസോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുള്ള ഒരു ബ്ലൗസോ ഇതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ ഷെയ്ഡ് അതേ വന്നാൽ മതി, നല്ല ഭംഗിയായിരിക്കും. 1-2 തവണയൊക്കെ ഞാൻ ഉടുത്തു, പക്ഷേ നമ്മുടെ വീഡിയോയിലൊന്നും ഞാൻ ഉടുത്തിട്ടില്ല. ഒഴുക്കൻ സാരിയുടെയൊക്കെ മുറിച്ചെടുത്ത സാരികളുടെയൊക്കെ ഏകദേശം കഴിഞ്ഞു. മുറിച്ചെടുത്ത സാരിയിൽ ഇതുണ്ട്. ഇതാണ് അടുത്ത സാരി. ഇത് പക്ഷേ ഇച്ചിരി കൂടെ വർക്കുള്ള സാരിയാണ്. ഷിഫോണാണ് ഇച്ചിരി കൂടെ മെറ്റീരിയൽ കുറച്ചും കൂടെ നല്ലതുമാണ്. ഏകദേശം സീത്രൂ ഒക്കെയാണ്, പക്ഷേ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പ്ലീറ്റൊക്കെ ഇട്ട് ഈ തുമ്പൊക്കെ ഞൊറിഞ്ഞു കുത്തുമ്പം കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു എനിക്ക് തോന്നുന്നു 200 രൂപ അടുത്തേ ഉള്ളൂ ഈ മെറ്റീരിയലിനും. ഇത് നിറയെ ഇത് കണ്ടില്ലേ, ഫ്ലോറൽ ഡിസൈനല്ല, എംബ്രോയ്ഡറി വർക്കുണ്ട്, പൂക്കൾ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മേടിച്ചിട്ട് ഞാൻ ഇത് കണ്ടോ, ഇതിൽ ഞാൻ എല്ലാ സാരിക്കും ഫോള് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ബ്ലൗസാണ്. വേറെ ഇതിന് എന്ത് കളർ ബ്ലൗസ് ഇടുന്നതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ കളർ തന്നെ ബ്ലൗസ് എടുത്ത് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇതുവരെ ഉടുത്തില്ല. ഇത് ഉടുക്കാത്തതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ കളർ ഇങ്ങനെ വയ്ക്കുമ്പം എനിക്ക് വലിയ ഒരു എടുപ്പ് ഒരു കളർ തോന്നത്തില്ല. അപ്പം എനിക്കിത് അങ്ങനെ, പക്ഷേ ഈ കളർ കണ്ടപ്പം ഭയങ്കര ഇഷ്ടവും തോന്നി, അങ്ങനെ മേടിച്ചതാണ്. അങ്ങനെ ഇത് മാറ്റി വെച്ചിങ്ങനെ ഇരിക്കുന്നു. വേറൊരെണ്ണമുണ്ട്, ഇതും ഇതുപോലെ മുറിച്ച് മേടിച്ചതാണ്. ഇതൊരു 220, 230, 250 അങ്ങനെ 200-നും 250-നും ഇടയ്ക്കാണ് ഇതിൻ്റെ റേറ്റ് ഒരു മീറ്ററിന്. ഇത് 6 മീറ്റർ ഞാൻ മുറിച്ച് മേടിച്ചാണ്. ഇത് തന്നെ ബ്ലൗസ് ഇതെടുത്ത് തയ്ക്കാനും കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതേൽ സ്വീക്വൻസ് വർക്കായി. ഇതെല്ലാം ത്രെഡ് വർക്ക് വന്നിട്ട് അതേൽ സ്വീക്വൻസ് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു കളറാണ്, ഒരു ബ്രിക്ക് റെഡിൻ്റെ ഡാർക്ക് എന്നൊക്കെ പറയാവുന്നൊരു കളറാണ്. ഇത് ഉടുത്ത് കഴിയുമ്പോൾ നല്ലൊരു തെളിച്ചം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കളർ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചേരും എന്ന് തോന്നിയിട്ട് ഞാൻ എടുത്തതാണ്. ഇത് ചുരിദാറിനൊക്കെ മുറിച്ചെടുക്കുന്ന മെറ്റീരിയലാണ്, ലൈനിങ് ഒക്കെ വെച്ചിട്ട് തയ്ക്കാൻ. ഇത് പക്ഷേ ഇച്ചിരി കട്ടി കുറഞ്ഞ മെറ്റീരിയലാണ്. നമ്മുടെ നെറ്റിൻ്റെ സാരിയൊക്കെ പോലെ ഇരിക്കും, പക്ഷേ നെറ്റല്ല. അടുത്തൊരു ഒഴുക്കൻ സാരി എടുക്കാം. ഈ സാരിക്ക് ഭയങ്കര കഥ പറയാനുള്ള സാരിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അമ്മയുടെ സാരിയാണ്. ഇതിൻ്റെ ഫോളിൻ്റെയൊക്കെ അവസ്ഥ ഭയങ്കര ശോചനീയമായി. സാരി അപ്പടി മോശമായി, നൂലൊക്കെ വലിഞ്ഞ്. പക്ഷേ എന്നാലും എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാ വീഡിയോയിലൊക്കെ ഒരു റീലിനകത്തൊക്കെ ഈ സാരി ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പം എത്ര പഴയതായി എന്ന് പറഞ്ഞാലും ഈ സാരി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പുതുമ തോന്നും. അത്രയ്ക്കൊരു നല്ല ഭംഗിയാണ് ഈ സാരി കാണാൻ. ഇതിനൊരു റെഡ് ബ്ലൗസൊക്കെ ഇട്ട് ഈ സാരി ഉടുത്താൽ ഒരു ക്ലാസ് ലുക്കുണ്ട്. 35-40 വർഷം പഴക്കമുള്ള സാരിയാണ്. അമ്മ കുറേ ഉടുത്തു, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടുത്തു. എൻ്റെ ഒരു കോളേജ് ടൈമിലൊക്കെ എൻ്റെ വിചാരം ഈ മെലിഞ്ഞിട്ട് എല്ലുന്തി ഭയങ്കര പൊക്കമായിട്ടിരിക്കുമ്പോൾ ഈ സാരി ഒന്നും ഉടുത്താൽ കൊള്ളില്ല. എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ വിചാരിച്ചിട്ട് ഞാനിതൊന്നും ഉടുത്തിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പോഴാണ് മെലിഞ്ഞിരിക്കുന്നവർ ഇങ്ങനത്തെ സാരി ഉടുത്താൽ നല്ല ഭംഗിയാണ്, എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്. ഇതൊരു സാരി, ഇതൊരു കോട്ടനാണോ എന്ന് ചോദിച്ചാൽ കോട്ടനും അല്ല, എന്നാൽ നല്ലൊരു സാരി. അത് എന്നാ വെച്ചാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു പ്ലീറ്റ് കുത്തുന്നിടം വരെ ഒരു കളറും അത് കഴിഞ്ഞിട്ട് തുമ്പിലോട്ട് പോകുമ്പം വേറൊരു ഷെയ്ഡും വരുന്ന ടൈപ്പ് സാരി ഇറങ്ങിയായിരുന്നു.
അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സാരി ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ ഇങ്ങനെ ഒരു സാരി ആഗ്രഹിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ സാരി. ഇത് തുമ്പിൻ്റെ അവിടുന്ന് കാണിക്കാം. തുമ്പൊക്കെ എടുക്കണമെങ്കിൽ കയ്യും കാലുമൊക്കെ നിവർത്തിയാൽ അലമാരിയൊക്കെ പോകും. ഇതാണ് ഇതിൻ്റെ തുമ്പിന് ഈ കളറാണ്. അപ്പം ബ്ലൗസ് ഒരു നീല കളറൊക്കെ ആണെങ്കിൽ ഭംഗിയായിരിക്കും. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ തയ്ച്ചു, പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് തയ്ച്ചിട്ട് അവർ കുളവാക്കി കളഞ്ഞു. അങ്ങനെ വന്നിട്ട് സാരിയുടെ നീളവും പോയി, ബ്ലൗസിനുണിയും പോയി. ഇതാണ് ഇതിൻ്റെ തുമ്പ് വരുന്നത്. അടുത്ത സാരി ഇത് ജോജിയുടെ ആദ്യ കുർബാനയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് മേടിച്ചു തന്ന സാരിയാണ്. ലിനൻ സാരിയാണ്. ഞങ്ങളിത് കല്യാണി പോയി വാങ്ങിച്ച സാരിയാണ്. ഇതിൻ്റെ കൂടെ വേറെ സാരി വാങ്ങിച്ചായിരുന്നു, പക്ഷേ ആദ്യ കുർബാനയ്ക്കായതുകൊണ്ട് ഒരു ഓഫ് വൈറ്റ് സാരി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ പോയിട്ട് ഞാനെടുത്ത സാരി കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ആദ്യ കുർബാനയ്ക്ക് കൊടുക്കാൻ ഞാനെടുത്ത സാരി ഇതിനിടയ്ക്കുണ്ട്. അവിടെ ചെന്ന് സാരികളൊക്കെ പെറുക്കിയിട്ട് ഞാനിങ്ങനെ നോക്കിയിട്ടൊന്നും എനിക്കൊരു സാരി ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഈ സാരി എടുത്ത് നിവർത്തിട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടുത്ത് താഴെ വന്ന് ബില്ലിംഗ് സെക്ഷനിലൊക്കെ വന്നു. അപ്പോൾ എന്നോട് ഒന്നുകൂടെ പിള്ളേരും ഒക്കെ ചോദിച്ചു, ഈ കറുത്ത സാരി തന്നെ ആദ്യ കുർബാനയ്ക്ക് ഉടുക്കണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കൊരു ടെൻഷൻ. പക്ഷേ എനിക്കിതവിടെ തിരിച്ച് വെക്കാനുള്ള മനസ്സും വന്നില്ല. അപ്പോൾ പിന്നെ രണ്ടാമത് കയറിയിട്ട് ഈ സാരിയും കൂടെ എടുത്തു. അങ്ങനെ ആദ്യ കുർബാനയ്ക്ക് ഈ സാരി ഉടുത്തു. അത് കഴിഞ്ഞിട്ട് കറുത്ത സാരി പിന്നെ ഒരു ദിവസമാണ് ഉടുത്തത്. ഇത് പ്രത്യേകിച്ച് ഇത് ഒരു ത്രെഡ് വർക്കുണ്ട്, ഒരു മെറൂൺ കളർ ത്രെഡ് വർക്കുണ്ട്. അതുകൊണ്ട് മെറൂൺ ബ്ലൗസ് ഇട്ടാലും നല്ലതാണ്. ഇതിൻ്റെ ബ്ലൗസും തയ്ച്ചു കുളമായിപ്പോയ ബ്ലൗസാണ്. ഇതേലെ ബ്ലൗസാണ് പിന്നെ ഞാൻ വെട്ടി തയ്ച്ചത്. ഇതിൻ്റെ ബ്ലൗസ് ഓഫ് വൈറ്റ് ബ്ലൗസ് തന്നെയായിരുന്നു, അതേന്ന് വെട്ടി തയ്ച്ചു. അതുകൊണ്ട് ഇത് കണ്ടോ, അതിനും ഞാൻ തുണി വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അകത്ത്. കാരണം ഇതിനും ഞാൻ അവിടുന്ന് തന്നെ ഈ മെറൂൺ കളർ ബ്ലൗസൊക്കെ എടുത്തിട്ട് വന്നു. പക്ഷേ ആ ബ്ലൗസ് തയ്ച്ചത് കുളമായിപ്പോയി. ഇതാണ് അടുത്ത സാരി. ഇതിൻ്റെ പുറം ആണ്. ഇതിനകം വരുന്നത് കുറച്ചും കൂടെ ഒരു തിളക്കം വരുമെന്നുള്ളൂ. ഇതാണ് അകം. കസവിൻ്റെ നല്ല വശം കണ്ടോ, ഇതാണ് അകം. ഇത് നമുക്ക് കാഞ്ഞിരപ്പള്ളി ഒരു ഷോപ്പുണ്ടായിരുന്നു. ആ സമയത്ത് അതിൻ്റെ അടുത്തൊരു ബുട്ടിക്കുണ്ട്, സാലി ചേച്ചിയുടെ ബുട്ടിക്ക്. അവിടെ നിന്ന് എടുത്ത സാരിയാണ്. ഫുൾ ഇത് തന്നെയാണ്, ഈ ഒരു വർക്ക് തന്നെയാണിത്. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ ഇത് തന്നെയായിരുന്നു, ഇത് മുറിച്ച് ബ്ലൗസ് തയ്ച്ചു. പക്ഷേ അന്നേരം എനിക്ക് ഉടുക്കാൻ ഞാൻ ഉടുത്തു, എന്തോ ഒരു അത്യാവശ്യത്തിന് ഉടുത്തു. പക്ഷേ ഇതിനകത്ത് തുണി വെക്കണം, അത്ര പ്ലേറ്റ് ഒന്നും ഇല്ല. ഇനി 1-2 സാരി, ഇതെല്ലാം ലിനൻ സാരിയാണേ. ഇതൊക്കെ വീഡിയോയിൽ ഉടുത്തിട്ടുള്ള സാരിയാണ്. ഒരു 2-3 രൂപ റേഞ്ചുള്ള സാരിയാണ് ഇത്. ഇത് പക്ഷേ എനിക്ക് പശ മുക്കണം എന്നുണ്ട്. പശ മുക്കിയാൽ വടി പോലെ നിന്നാലോ എന്ന് വിചാരിച്ചിട്ട് പശ മുക്കില്ല. ഇതൊരു മെറൂൺ ഷെയ്ഡാണ്. അതിൻ്റെ തന്നെ ഇച്ചിരി കൂടി ഒരു ഡാർക്ക്. ഇത് ഇച്ചിരി ഞാൻ പശ മുക്കിയിട്ടുണ്ട്. ഇതെല്ലാം തേക്കാൻ കൊടുക്കാനായിട്ട് എടുത്തു വെച്ച സാരിയാണ്. ഇതെല്ലാം ലിനൻ സാരിയാണ്. ഇതൊരു വൈൻ റെഡ്, ഇതൊരു മെറൂണ്, ഇതൊരു ബ്ലാക്കും റെഡും. ഇത് ഞാൻ ഹിൽ പാലസിൽ പോകുന്നൊരു വീഡിയോ ചെയ്തതിനകത്ത് ഈ സാരി കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കും റെഡും എനിക്ക് കുറേ എണ്ണമുണ്ട്. ബ്ലാക്കും റെഡും എൻ്റെ ഭയങ്കര ഫേവറേറ്റ്. ഇത് 3 മാറ്റി വയ്ക്കുക. ഇത് തേക്കാനുള്ളതായതുകൊണ്ട് അധികം ഇതിനിട്ട് പണിയുണ്ട, മടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതേപടി ബാഗിനകത്ത് എടുത്ത് വെക്കും, തേപ്പുകാരുടെ. അടുത്ത ഒരു ബ്ലാക്കായിരിക്കും കൂടുതലുള്ളതെന്ന് തോന്നുന്നു. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ്. അയ്യോ, ഇതിനകത്തും ഒരു ഗിഫ്റ്റ് കിട്ടിയ സാരി ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ്. ഈ ലിനൻ സാരി എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഞാൻ ഈ സാരി ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇത് തുറന്നു നോക്കിയതേ വിചാരിച്ചു, അയ്യോ എനിക്കിത് കളർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ രണ്ടും കൂടെ അടുത്ത് വെച്ചപ്പം ഒരെണ്ണം മെറൂണും ഒരെണ്ണം വൈൻ റെഡുമാണ്. അപ്പോൾ ഈ സാരിയിലോട്ട് വരാം. ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ്. ഇത് ഞാൻ ഒരു തവണ ഒരു റീലിനകത്ത് ഞാൻ ഈ സാരി കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഒരു തവണയോ മറ്റോ ഈ സാരി കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഈ ബോഡി പാർട്ട് തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസും. പക്ഷെ ഞാൻ ബ്ലൗസ് പീസ് വെട്ടിയിട്ടില്ല. ഇതാണ് അടുത്ത സാരി. ഇതൊരു പാരറ്റ് ഗ്രീൻ, തത്തപ്പച്ച എന്ന് പറയും. അതിൻ്റെ കൂട്ടത്തിൽ മജന്ത ബോർഡർ. ഇതാണ് എൻ്റെ തുമ്പ്. ബ്ലൗസ് പീസും തുമ്പ് പോലത്തെ തന്നെ ഒരു ലൈനുള്ള ബ്ലൗസ് പീസാണ്. ഈ ഒരു മജന്ത കളർ ബ്ലൗസ് ഇടും. ഇതും എൻ്റെ അമ്മയുടെ സാരിയാണ്. ഇതെനിക്ക് കാഞ്ഞിരപ്പള്ളി
കാഞ്ഞിരപ്പള്ളിയിൽ എനിക്കൊരു ഷോപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷൻ സമയത്ത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്ത സാരിയാണിത്. അപ്പം ഇത്രയും ഈ വടി പോലെ നിൽക്കുന്നു, ഭയങ്കര വെയിറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചി ഇത് എനിക്ക് തന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തന്നു. അത് മാറ്റി വെച്ചു. ഇതൊന്നും വലിയ വിലയുടെ സാരികളല്ല കേട്ടോ, വലിയ വിലയുടെ സാരി എനിക്ക് വളരെ കുറവ്. ഇതൊരു പിങ്ക് സാരി, നല്ലൊരു പിങ്ക്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഉടുക്കുമ്പോൾ നമുക്കും നല്ല കളറാണ്, ഒരു കാണാനും നല്ല ഭംഗിയാണ് ഈ സാരി കാണുമ്പോൾ. ഇത് തേച്ച് ഇത് തേപ്പുകാർ തേച്ച് തന്നേക്കുന്ന പടി ഇരിക്കുവാണ്. ഇത് നിവർത്തിട്ടാൽ ഭയങ്കര പാടാണ്. ഇതിൻ്റെ തുമ്പായി കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് അങ്കമാലി മെട്രോ വെഡ്ഡിങ് പ്ലാസയിൽ നിന്ന് മേടിച്ചതല്ലേ. നമ്മൾ തൃശ്ശൂരോ മറ്റോ പോയിട്ടിങ്ങ് വന്ന വഴിക്ക് ഈ മെട്രോ വെഡ്ഡിങ് പ്ലാസ കണ്ടപ്പോഴത്തേനും ഭയങ്കര വലിയൊരു കട, നല്ല രസമാണ് ആ കട വെളിയിൽ നോക്കാനായിട്ട്. അപ്പോൾ വെറുതെ കയറി എന്തെങ്കിലും നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കടയ്ക്കകം കാണാനായിട്ട് കയറിയതാണ്. പക്ഷേ കയറിയിട്ട് എങ്ങനെ വെറുതെ ഇറങ്ങുന്നത്, അങ്ങനെ മേടിച്ചാണ്. ഇതും വേറൊരു മുറിച്ചെടുത്ത വേറൊരു മെറ്റീരിയലുണ്ട്, അതും അവിടെ നിന്നൊരു സാരി ഞാൻ മുറിച്ചെടുത്തായിരുന്നു, ഒരു പിങ്ക് കളർ. അത് ഇതിനകത്തൊന്നും ഇല്ല. ഇത് കല്യാണിയിൽ നിന്ന് വാങ്ങിച്ച സാരിയാണ്. ഈ പച്ച എനിക്ക് ഭയങ്കര, ഇതും മറ്റേ വേറൊരു ഒഴുക്കൻ സാരി കാണിച്ച് മുറിച്ച് മേടിച്ചേ, അതിൻ്റെ ഒരു കളർ തന്നെയാണ്. ഒരു മയിൽപ്പീലി പച്ച, നീല എന്നൊക്കെ പറയുന്ന സൈസ് ഒരു കളറ്. ഇതാണ് ഈ സാരിയുടെ അകം. ഇത് തുമ്പ്. ഇതൊക്കെ തേച്ച് കൊണ്ടുവന്ന പടിയിരിക്കുന്നതാണ്. ഇത് ഞാൻ കാർ എടുത്തപ്പം അതിൻ്റെ കാറിൻ്റെ ഡെലിവറി ടൈമിൽ ഉടുത്ത സാരിയാണിത്. അതിന് വാങ്ങിച്ച സാരിയാണ്. ഇതും ഏകദേശം ഒരു 4 രൂപ ആ റേഞ്ചൊക്കെ ഉള്ള സാരി. ഇനിയുള്ളതൊക്കെ കുറച്ച് പഴയ കളക്ഷൻസ്. ആൻറ്റിയുടെ മോളുടെ അവളുടെ കല്യാണത്തിന് സാരി എടുക്കാൻ പോയപ്പം എനിക്ക് സാരി പച്ചയോ ചുമപ്പോ വേണമെന്നാണ്. ഞാൻ ചെന്നപ്പം എൻ്റെ ഒരു നല്ല സമയത്തിനാണോ മോശം സമയത്തിനാണോ എന്നറിയത്തില്ല, അവർ പച്ച എടുത്ത് കാണിച്ചു, ചുമപ്പും എടുത്ത് കാണിച്ചു. എനിക്കത് രണ്ടും ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഒരു സാരിക്കാണ് ഞാൻ പോയത്, പക്ഷെ ഞാൻ 2 സാരിയും വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചാണ് ഈ റെഡും ഈ ഈ പച്ചയ്ക്ക്. പക്ഷേ അങ്ങനെ ബോർഡർ പ്രത്യേകം എടുത്ത് കാണാൻ പറ്റുന്ന ബോർഡറൊന്നുമില്ല. അതിന് ചേരുന്നൊരു ലൈറ്റ് ഷെയ്ഡിൽ വാടാമുല്ലയുടെ ഒരു ലൈറ്റ് ഷെയ്ഡ്, തുമ്പയിൽ ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരുന്ന ഒരു തുമ്പും സൈഡ് ബോർഡറും ഉള്ളൂ. അല്ലാതെ ഇത് നല്ലൊരു പച്ചയാണ്, ജയറാം പച്ച എന്ന് പറയുന്ന പച്ചയാണെന്ന് തോന്നുന്നു, ബോട്ടിൽ ഗ്രീൻ. തുമ്പൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ടുള്ള സാരി അന്ന് വാങ്ങിച്ചത്. പക്ഷേ ഞാൻ കല്യാണത്തിന് ആ പച്ചയല്ല ഉടുത്തത്, ഈ റെഡായിരുന്നു ഉടുത്തത്. എനിക്ക് ഈ റെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഒരു സാരിക്ക് അതിന് മാച്ചിങ് വേറെ സൈഡ് ബോർഡർ അങ്ങനെ വരുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് ആ കളർ തന്നെ ബോർഡർ വരുന്ന സാരികളാണ് എനിക്കിഷ്ടം. ഇതുണ്ടോ, ഇത് നല്ലൊരു മുന്താണിയൊക്കെ ആയിട്ട് നല്ലൊരു സാരി, അതും നല്ല റെഡ്. ഈ റെഡൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര കളർ തോന്നും. അങ്ങനെ ഇതൊക്കെ എനിക്കിനി മടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, ഇങ്ങനെ തന്നെ അങ്ങ് മടക്കിയെടുത്ത് വെച്ചാൽ മതി. ഇതൊക്കെ ഒരു 5-6 രൂപ റേഞ്ചുള്ള സാരികളാണ്. ഇതൊന്നും ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ച സാരിയല്ല, ജോജിയല്ല, ഇതെല്ലാം എടുത്തിട്ടത് കൊണ്ട് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇതൊരു 10-12 വർഷം പഴക്കമുള്ള സാരിയാണ്. അപ്പോൾ ഈ സാരി ഇതെനിക്കൊരു ഭയങ്കര സെൻറ്റിമെൻസ് ഉള്ള സാരിയാണ്. എനിക്ക് ഈ നീല കളർ അന്ന് വലിയ ഇഷ്ടമുള്ള കളറൊന്നും അല്ലായിരുന്നു. ഇതെൻ്റെ നേരെ ഇളയ ആങ്ങളയുണ്ട് അനീഷ്, അവൻ്റെ കല്യാണത്തിൻ്റെ സാരിയായത്. അവൻ്റെ കല്യാണത്തിന് അവൻ മേടിച്ച സാരിയാണിത്. ഇതന്ന് ഏതാണ്ട് നല്ല വിലയായ സാരിയാണ്. കാരണം എനിക്ക് ഇത്രയും തിളക്കവും വർക്കവും ഉള്ള സാരി എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. ഇതൊരു മന്ത്രകോടി ടൈപ്പ് സാരിയാണ്. പക്ഷേ എന്തോ എല്ലാവർക്കും ഈ സാരി ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ ഈ സാരി അന്നങ്ങ് എടുത്തു എന്ന് മാത്രം. ഏതാണ്ട് 1-2 തവണയൊക്കെ, ഒരു 2-3 തവണയൊക്കെ ഉടുത്തിട്ടുള്ളൂ. ഇത്രയും തിളക്കം ഉള്ളതുകൊണ്ടൊരു. പിന്നെ നമ്മൾ ഈ സാരിയൊക്കെ എടുത്ത് കുറേ കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ബ്ലൗസൊക്കെ പോകും. വിത്ത് ബ്ലൗസൊക്കെ പോകുമ്പോൾ പിന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും. ഇത് നല്ല വിലയുടെ സാരി. അയ്യോ, എൻ്റെ ഒരു ഫേവറേറ്റ് സാരി ഇരിപ്പുണ്ടേ. നല്ല സാരിയല്ലേ, നൂർത്താലേ എൻ്റെ ഭംഗി അറിയത്തുള്ളൂ. ഇതും കല്യാൺ സിൽക്സിലെ സാരിയാണ്. എൻ്റെ സാരി കൂടുതലും കല്യാണിലെ സാരികളാണ് കേട്ടോ. അവിടെ ചെന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സാരികൾ കാണും. ഇതൊരു നല്ല സാരിയല്ലേ. ഇതെൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വെഞ്ചേട്ടൻ മേടിച്ചു തന്ന സാരിയാണിത്. അപ്പം ഞാൻ അന്ന് പോയപ്പോൾ മേടിച്ചാണ്. ആ ലിനൻ്റെ മെറൂൺ സാരി ഇതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ചാണ്. ഈ സാരി ഇതാണ്ടൊരു 10-12 രൂപയായ സാരിയാണെന്ന് തോന്നിയത്. ഇത് ഫുൾ മസ്റ്റേർഡ് യെല്ലോ ആണോ ഗോൾഡൻ യെല്ലോ ആണോ എന്നറിയത്തില്ല. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഈ സാധനം ഇതില്ലാതെ നമ്മൾ പോരില്ല, അത്രയ്ക്ക് ഭംഗിയായിരുന്നു ഈ സാരിക്ക്. ഇതിൻ്റെ തുമ്പ്
ഇതിനുണ്ടല്ലോ, ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഈ നീല കളറായിരുന്നു. നീല പ്ലെയിൻ ബ്ലൗസാണ്. അപ്പോൾ നീല ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അകത്ത് വെച്ചിരിക്കാൻ പറ്റില്ല, മുറിച്ചെടുത്ത് ബ്ലൗസ് തയ്ച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ബ്ലൗസ് തയ്ച്ചു. എന്നിട്ട് ഞാൻ പിന്നെ അകത്തൊരു 1/2 മീറ്റർ തുണി ഈ കളർ തന്നെ മേടിച്ച് അകത്ത് അടിച്ചു പിടിപ്പിച്ചു. എന്നിട്ടാണ് ഉടുക്കുന്നത്. അടുത്ത ഒരു നല്ല സാരിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ്. ഇതും കല്യാണിലെ സാരി. ഇത് കോട്ടയം കല്യാണിലെ സാരിയാണ്. ഇതിനകത്ത് ഇപ്പോൾ എല്ലാം കല്യാണിലെ സാരി. 2 എണ്ണം മഹാലക്ഷ്മിയിലുണ്ട്. ഇത് എൻ്റെ ഇളയ ആങ്ങള അരുണിൻ്റെ കല്യാണത്തിൻ്റെ സാരിയാണ്. ഇതിൻ്റെ തന്നെ ഈ കളർ തന്നെ ബ്ലൗസും ഉണ്ടായിരുന്നു. ഇത് ഉടുത്തിട്ട് നിൽക്കുമ്പോഴത്തേനും നമ്മൾ തീ പിടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കും. എന്ന് പറഞ്ഞാൽ ഈ തീ ഇങ്ങനെ പൊങ്ങുമ്പോഴത്തെ ഒരു കളറാണിത്. ഒരു ഓറഞ്ചാണോ മഞ്ഞയാണോ ഒന്നും അറിയത്തില്ലാത്തൊരു സൈസ് ഒരു കളർ. ഭയങ്കര രസമാണ് ഇത് ഉടുത്താൽ. ഇതിൽ നിറച്ച് സ്റ്റോൺ വർക്കാണ് ഇത്. അയ്യോ, ഈ സാരിയൊക്കെ നിവർത്ത് നോക്കിയിട്ട് തന്നെ ഒരുപാട് നാളായി. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ്. ഇത്രയും ഹെവി സാരി ഉടുത്ത് ഒരു കല്യാണത്തിനൊക്കെ അല്ലാതെ എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ട് ഉടുക്കലേ ഇല്ല. നല്ല സാരിയാണ്. തുമ്പാണേലോ, ഞാനെപ്പോഴും തുമ്പെന്ന് പറയും, എല്ലാവരും മുന്താണി എന്ന് പറയും. ഉണ്ടല്ലോ, ഭയങ്കര ഗ്രാൻഡ് തുമ്പാണ്. മടക്കി വയ്ക്കാം. ഇത് ഒത്തിരി നേരം ഇട്ട് പണിതാലേ ഇതും ഒരു എത്ര വർഷമായടാ, ഒരു 5-8 വർഷമായ സാരിയാണ് ഇത്. ഇത് അതുകൊണ്ട് തന്നെ 5-8 വർഷമായതായതുകൊണ്ട് ഇതിൻ്റെ കല്ല് പോയാലോ നമുക്കെടുത്ത് വേഗം വെക്കാം. പക്ഷേ ഇത്രയും നാളായിട്ട് ഇതല്ലേ, ഇപ്പോൾ ഇത്രയും നേരം ഞാൻ എടുത്തിട്ട് നിവർത്തു. ഇത്രയും നാളായിട്ട് ഇതെല്ലാം ഒരു കല്ല് പോലും പോയിട്ടില്ല കേട്ടോ. ഒരു കല്ല് പോയിട്ടില്ല. ഇതിൽ സാരിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അത്ര നല്ല സാരിയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇതും കല്യാണിലെ സാരിയാണ്. ഇത് അമ്മച്ചിയുടെ സാരിയാണ്. അമ്മച്ചിക്കിപ്പം ഇത്രയും തിളക്കമുള്ള സാരികളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. ഞാനത് കൊണ്ടുവന്ന് കഴുകി തേച്ച് മടക്കി അലമാരി വെച്ച് ഇതുവരെ ഉടുത്തില്ല. ഇതാണിതിൻ്റെ പല്ലു, മുന്താണി, തുമ്പ് എന്നൊക്കെ പറയാം. ബോഡി പിന്നെ ഫുൾ പ്ലെയിനാണ്. ഈ ഒരു തുണിക്കൊരു തിളക്കം ഉണ്ടെന്നുള്ള, ഒരു കാഞ്ചീപുരം സാരിയുടെ ആ തിളക്കം ഉണ്ടെന്നല്ലാതെ വേറെ വർക്കൊന്നും ഇല്ല സാരിയിൽ. ഫുൾ പ്ലെയിനാണ്. ഇനി ഒരു ലാസ്റ്റ് ഒരു സാരിയും കൂടെ ഉണ്ട്. ഇതൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളറാണ്. എന്ന് പറഞ്ഞാൽ ഒരു മജന്ത കളർ സാരിയാണ്. സൈഡിലൂടെ ഒരു പച്ചയിൽ ഒരു ബ്ലാക്ക് കളർ ത്രെഡ് വർക്ക് വരുന്ന ഒരു ബോർഡറുണ്ട്. തുമ്പും അത് തന്നെയാണ്. തുമ്പും കാണിക്കാം. തുമ്പയിൽ പച്ച കളറില്ല. ഇതൊക്കെ ഒരു തവണ എങ്ങാണ്ടൊക്കെ എടുത്തുള്ളൂ. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ്. ഇതൊക്കെ ഒരു തവണയും ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുമ്പൊക്കെ എന്നാന്ന് ഞാൻ മറന്നേ പോയി. ഈ ത്രെഡ് വർക്ക് വരുന്ന സാരിയുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെരുപ്പേലോ കൊലുസേലോ ഒക്കെ ഉടക്കുമ്പോൾ ഈ ത്രെഡ് ഇങ്ങനെ വലിഞ്ഞ് പോകും. ഞാൻ എന്നാന്ന് വെച്ചാൽ ഇതിന് ഞാൻ ഫോള് പിടിപ്പിച്ചു. അപ്പോൾ പിന്നെ അത്രയും കുഴപ്പമില്ല. എന്നാലും എവിടെയെങ്കിലും ഉടക്കുമ്പോൾ ഒക്കെ ഈ ത്രെഡ് വലിഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഫുൾ മജന്ത കളർ. അതിൽ ബോഡിയിലൊന്നും ഒരു വർക്കൊന്നുമില്ല, പ്ലെയിനാണ്. സൈഡിൽ കൂടി ഈ വർക്കുള്ള ബോർഡറുണ്ട്. തുമ്പ്, ഇതാണ് തുമ്പ്. അപ്പോൾ സാരി വിശേഷമൊക്കെ എല്ലാവരും കണ്ടില്ലേ? ഒരു 90% സാരികളും ഞാൻ കാണിച്ചു. ബാക്കിയൊക്കെ അവിടെ എവിടെയൊക്കെയോ ഇരിക്കുന്നതാണ്. ഇത് ജോജി അടുക്കി വെച്ചതുകൊണ്ട് ഞാൻ ഇത്രയും സാരികൾ കാണിച്ചേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, നല്ലൊരു കമൻറ്റ് തരിക. ഇത്രയൊക്കെ സാരികൾ എല്ലാവരും എടുത്തു കൂട്ടണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. എനിക്ക് തുണിയെടുക്കൽ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഇത്രയൊക്കെ പറ്റിപ്പോകുന്നതാണ്. പിന്നെ ഇനിയിപ്പം വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഓരോരോ ഡ്രസ്സുകൾ ആവശ്യമാണല്ലോ. അപ്പോൾ താങ്ക് യു, ടാറ്റാ. ഇനി ഇതെല്ലാം ആരും മടക്കുമെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. ഞാനിതിൻ്റെ നടുക്ക് കിടന്ന് ഇതേലോട്ട് തലയും വെച്ച് കിടന്ന് അങ്ങ് ഉറങ്ങും. അതാ ഉണ്ടാകുക. നോക്കി ഹാങ്കർ കിടക്കുന്നുണ്ടോ? എന്തുമാത്രം ഈ ഹാങ്കറെല്ലാം കൂടി. ഇവിടെയും കുറേ ഹാങ്കർ കിടപ്പുണ്ട്. ഇതുണ്ട്, ഇതിനടിയിലെല്ലാം ഹാങ്കറാണ്. ഇനി ഇതിനെല്ലാം പെറുക്കി ഇതെല്ലാം തൂക്കിയിട്ട് വേണം എഴുന്നേറ്റ് എവിടെയെങ്കിലും ചായ. അപ്പോൾ ടാറ്റാ.